നല്ലെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് ഉഴുന്ന് പരിപ്പിടാം. ഉഴുന്ന് രണ്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഇഞ്ചി ഞാൻ നല്ല അരിഞ്ഞാണ് ഇട്ടത്. എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക് ഇടാം. വറ്റൽമുളകും ഇഞ്ചിയും ഉഴുന്നും കൂടാണ് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. തണ്ടൊക്കെ കളഞ്ഞ് നുള്ളി എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പില ഇടാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കരിഞ്ഞ് മുരിഞ്ഞു പോകരുത്. ചെറുതായി ഒന്ന് ഫ്രൈ ആയേ വരാവൂ. കാരണം നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റണം ആ രീതിയിൽ. ഞാനും ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എങ്ങനെ ആവുമെന്നൊക്കെ ഉള്ളത് ശരിയാക്കിയിട്ട് പറയാം. ഇത് നല്ലതുപോലെ ഞാനിത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പില അങ്ങ് ഭയങ്കരമായിട്ട് മൂത്ത് പോകരുത്. ഇനി തീ ഓഫ് ചെയ്യുവാണ്. ചെറിയ തീയിലിട്ട് വേണം ഇത് നമ്മൾ മൂപ്പിച്ചെടുക്കാൻ. ഇനി തണുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിടാം. ചൂട് പോയപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടേക്കുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പുളിയുടെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി. ഇത് നമുക്ക് ചമ്മന്തി രീതിയിൽ അടിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്, അല്ലാതെ പൊടിച്ച് ഉരുട്ടിയെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. എരി കുറച്ചും കൂടെ വേണമെന്നവർക്ക്, കളറും വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇടാം. ഇനി ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തൈരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ചോറും തൈരും ഇച്ചിരി അച്ചാറ് ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനും ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്.